നമസ്കാരം. പി എസ് സി ട്രിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പി എസ് സി ബുള്ളറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട 25 ക്വസ്റ്റ്യനാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: സ്ത്രീകളേക്കാൾ പുരുഷന്മാർ എണ്ണത്തിൽ കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളം. സ്ത്രീകളേക്കാൾ പുരുഷന്മാർ എണ്ണത്തിൽ കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. ഗണപതി ഉത്സവത്തെ ജനകീയമാക്കിയ സ്വാതന്ത്ര്യ സമര നായകനാണ് ബാലഗംഗാധര തിലകൻ. ഗണപതി ഉത്സവത്തെ ജനകീയമാക്കിയ സ്വാതന്ത്ര്യ സമര നായകനാണ് ബാലഗംഗാധര തിലകൻ. സാമ്പൽപൂർ ഏത് നദിയുടെ തീരത്താണ്? മഹാനദി. സംബൽപൂർ ഏത് നദിയുടെ തീരത്താണ്? മഹാനദി. സംരക്ഷക പ്രഭു എന്നറിയപ്പെടുന്നത് ഒളിവർ ക്രോംവെല്ലാണ്. സംരക്ഷക പ്രഭു എന്നറിയപ്പെട്ടത് ഒളിവർ ക്രോംവെൽ. സംവാദ് കൗമുദി എന്ന പത്രം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയിയാണ്. സംവാദ് കൗമുദി എന്ന പത്രം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ്. സംഖ്യകൾ ലോകത്തെ ഭരിക്കുന്നു എന്ന് പറഞ്ഞത് പൈത്തഗോറസാണ്. സംഖ്യകൾ ലോകത്തെ ഭരിക്കുന്നു എന്ന് പറഞ്ഞത് പൈത്തഗോറസാണ്. സംഖ്യാദർശനത്തിൻ്റെ ഉപജ്ഞാതാവ് കപിലനാണ്. സംഖ്യാദർശനത്തിൻ്റെ ഉപജ്ഞാതാവ് കപിലൻ. ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമം ഏതു സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്. ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമം ഏതു സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്. ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനം ഗംഗോത്രി. ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനം ഗംഗോത്രിയാണ്. ഗംഗയുടെ പോഷക നദികളിൽ ഏറ്റവും നീളം കൂടിയത് യമുനയാണ്. ഗംഗയുടെ പോഷക നദികളിൽ ഏറ്റവും നീളം കൂടിയത് യമുനയാണ്. നമുക്കൊന്നും കൂടി ഈ ക്വസ്റ്റ്യനുകൾ ഒന്നും കൂടി നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യനാണ്. നമുക്ക് കഴിഞ്ഞ ഓരോ പി എസ് സി പരീക്ഷ കഴിയുന്തോറും നമുക്ക് നോക്കിയാൽ മനസ്സിലാകാൻ പറ്റും. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ അല്ലെങ്കിൽ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പി എസ് സിയുടെ ബുള്ളറ്റിൽ പ്രസിദ്ധീകരിച്ച ഓരോ ഓരോ ക്വസ്റ്റ്യനുകളാണ്. നമ്മൾ നോക്കാതെ, അതായത് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് നമ്മൾ വിചാരിച്ചിട്ട് വിട്ടുപോകുന്ന ക്വസ്റ്റ്യനുകളാണ് പി എസ് സി പരീക്ഷകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യനുകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് തന്നെ. എല്ലാ ക്വസ്റ്റ്യനും പി എസ് സി ബുള്ളറ്റിൽ കൊടുക്കുന്ന ഓരോ ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ക്വസ്റ്റ്യനാണ്. ഒന്നുകിൽ ഈ ക്വസ്റ്റ്യനുകൾ എഴുതി വെക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോ റിപ്പീറ്റായി കണ്ട് പഠിക്കുക, കേട്ട് പഠിക്കുക. നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ക്വസ്റ്റ്യനുകളാണ് ഇവ. ഒന്നുകൂടി നമുക്ക് നോക്കാം. സ്ത്രീകളേക്കാൾ പുരുഷന്മാർ എണ്ണത്തിൽ കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. ഗണപതി ഉത്സവത്തെ ജനകീയമാക്കിയ സ്വാതന്ത്ര്യ സമര നായകനാണ് ബാലഗംഗാധര തിലകൻ. സംബൽപൂർ ഏത് നദിയുടെ തീരത്താണ്? മഹാനദി. സംരക്ഷക പ്രഭു എന്നറിയപ്പെട്ടത് ഒളിവർ ക്രോംവെൽ ആണ്. സംരക്ഷക പ്രഭു എന്നറിയപ്പെട്ടത് ഒളിവർ ക്രോംവെൽ. സംവാദ് കൗമുദി എന്ന പത്രം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ്. സംവാദ് കൗമുദി എന്ന പത്രം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. സംഖ്യകൾ ലോകത്തെ ഭരിക്കുന്നു എന്ന് പറഞ്ഞത് പൈതഗോറസ്. സംഖ്യകൾ ലോകത്തെ ഭരിക്കുന്നു എന്ന് പറഞ്ഞത് പൈതഗോറസ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ: സംഖ്യാദർശനത്തിൻ്റെ ഉപജ്ഞാതാവ് കപിലൻ. സംഖ്യാദർശനത്തിൻ്റെ ഉപജ്ഞാതാവ് കപിലൻ. ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമം ഏതു സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്. ഗംഗ, യമുന, സരസ്വതി എന്നീ നദികളുടെ സംഗമം ഏതു സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്. ഗംഗയുടെ ഉത്ഭവസ്ഥാനം ഗംഗോത്രിയാണ്. ഗംഗയുടെ ഉത്ഭവസ്ഥാനം ഗംഗോത്രിയാണ്. ഗംഗയുടെ പോഷക നദികളിൽ ഏറ്റവും നീളം കൂടിയത് യമുനയാണ്. ഗംഗയുടെ പോഷക നദികളിൽ ഏറ്റവും നീളം കൂടിയത് യമുനയാണ്. സംഗീത രത്നാകരം രചിച്ചത് ശാർങ്ങധരൻ. സംഗീത രത്നാകരം രചിച്ചത് ശാർങ്ങധരൻ. 12ാമത്തെ ക്വസ്റ്റ്യൻ: സംഗീതജ്ഞനായിരുന്ന ഗുപ്ത രാജാവ് സമുദ്രഗുപ്തൻ. സംഗീതജ്ഞനായിരുന്ന ഗുപ്ത രാജാവാണ് സമുദ്രഗുപ്തൻ. പി എസ് സിയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. സംഗീതജ്ഞനായിരുന്ന ഗുപ്ത രാജാവാണ് സമുദ്രഗുപ്തൻ. സംഗീതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദമാണ് സാമവേദം. ഇതും പി എസ് സിയുടെ ഒരു മുൻകാല ക്വസ്റ്റ്യനാണ്. സംഗീതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദമാണ് സാമവേദം. 13ാമത്തെ ക്വസ്റ്റ്യൻ: സംഗീതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദമാണ് സാമവേദം. 14ാമത്തെ ക്വസ്റ്റ്യൻ: സംഗീതജ്ഞനെന്നും പേരുകേട്ട തിരുവിതാംകൂർ രാജാവ് ആണ് സ്വാതി തിരുനാൾ. സംഗീതജ്ഞനെന്നും പേരുകേട്ട തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. സംഘകാല ചോളന്മാരുടെ ചിഹ്നം കടുവ. പി എസ് സിയുടെ പ്രീവിയസ് കാല ക്വസ്റ്റ്യനാണ്. സംഘകാല ചോളന്മാരുടെ ചിഹ്നമാണ് കടുവ. സംഘകാല ചോളന്മാരുടെ ചിഹ്നമാണ് കടുവ. ഈ ക്വസ്റ്റ്യനുകൾ എഴുതി വെക്കാൻ ശ്രമിക്കുക. ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ്. കൂടെ പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. സംഘകാല ചോളന്മാരുടെ ചിഹ്നമാണ് കടുവ. 16ാമത്തെ ക്വസ്റ്റ്യൻ: സംഘകാലത്ത് കുറിഞ്ചി എന്നത് ഏത് പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്നു? പർവ്വത പ്രദേശം. സംഘകാലത്ത് കുറിഞ്ചി എന്നത് ഏത് പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്നു? പർവ്വത പ്രദേശം. 17ാമത്തെ ക്വസ്റ്റ്യൻ: സംഘകാലത്ത് ജീവിച്ചിരുന്ന പ്രശസ്തയായ കവയത്രിയാണ് ഔവയാർ. സംഘകാലത്ത് ജീവിച്ചിരുന്ന പ്രശസ്തയായ കവയിത്രിയാണ് ഔവയാർ. കവയിത്രി.
ആ വേർഡ് വരെ ഇത് കവയിത്രി എന്ന വേർഡ് ശരിയായി എന്നതുവരെ പി എസ് സിയുടെ മുൻകാല ക്വസ്റ്റ്യൻ പേപ്പറിൽ മലയാളം ഭാഗത്തിൽ ചോദിച്ചിരുന്നു. കവയത്രി അങ്ങനെ ക്വസ്റ്റ്യൻ കവയത്രിയാണോ ശരി എന്ന് മുൻകാല ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതും ഇമ്പോർട്ടൻ്റ് ആണ്. സംഘകാലത്ത് ജീവിച്ചിരുന്ന പ്രശസ്തയായ കവയിത്രി ഔവയാർ. ഈ ക്വസ്റ്റ്യനിൽ കവയിത്രി എന്ന വേർഡും ഒന്ന് നോക്കി വെക്കുക. സംഘകാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട തമിഴ് വ്യാകരണ ഗ്രന്ഥമാണ് തോൽക്കാപ്പിയം. 18ാമത്തെ ക്വസ്റ്റ്യൻ, സംഘകാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട തമിഴ് വ്യാകരണ ഗ്രന്ഥമാണ് തോൽക്കാപ്പിയം. 19ാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാന കായിക ദിനം ഒക്ടോബർ 13. സംസ്ഥാന കായിക ദിനം ഒക്ടോബർ 13. 20ാമത്തെ ക്വസ്റ്റ്യൻ, സത്യം സൗന്ദര്യമാണ്. സൗന്ദര്യം സത്യവും എന്ന് പറഞ്ഞത് കീറ്റ്സ് ആണ്. എന്താണ് ക്വസ്റ്റ്യൻ? 20ാമത്തെ ക്വസ്റ്റ്യൻ, സത്യം സൗന്ദര്യമാണ്, സൗന്ദര്യം സത്യവും എന്ന് പറഞ്ഞതാരി കീറ്റ്സ് ആണ്. സ്യാനന്തൂരപുരം എന്ന് സംസ്കൃതത്തിൽ പരാമർശിക്കുന്ന നഗരം തിരുവനന്തപുരത്താണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സ്യാനന്തപുരം എന്ന് സംസ്കൃതത്തിൽ പരാമർശിക്കുന്ന നഗരം തിരുവനന്തപുരത്താണ്. ഗാലപ്പോൾ എന്ന സങ്കേതത്തിന് തുടക്കം കുറിച്ചത് ഏത് രാജ്യത്താണ്? USA. ഗാലപ്പോൾ എന്ന സങ്കേതത്തിന് തുടക്കം കുറിച്ചത് ഏത് രാജ്യത്താണ്? USA. സ്വപ്ന ശൃംഗങ്ങളുടെ നഗരം ഓക്സ്ഫോർഡ് ആണ്. സ്വപ്ന ശൃംഗങ്ങളുടെ നഗരം ഓക്സ്ഫോർഡ് ആണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ, സ്വപ്നവാസവദത്തം, ഊരുഭംഗം എന്നിവ രചിച്ചത് ഭാസനാണ്. സ്വപ്നവാസവദത്തം, ഊരുഭംഗം എന്നിവ രചിച്ചത് ഭാസനാണ്. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശ യാത്രാ വിമാനമാണ് സരസ്. മുൻകാല ക്വസ്റ്റ്യൻ, PSCയുടെ മുൻകാല പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശ യാത്രാ വിമാനമാണ് സരസ്. നമുക്ക് ഈ ക്വസ്റ്റ്യനുകൾ ഒന്നും കൂടി നോക്കാം. ഗംഗയുടെ പോഷക നദികളിൽ ഏറ്റവും നീളം കൂടിയത് യമുനയാണ്. സംഗീത രത്നാകരം രചിച്ചത് ശാർങ്ങോദരൻ. സംഗീതജ്ഞനായിരുന്ന ഗുപ്ത രാജാവാണ് സമുദ്രഗുപ്തൻ. സംഗീതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദമാണ് സാമവേദം. സംഗീതജ്ഞൻ എന്നും പേരുകേട്ട തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. സംഘകാല ചോളന്മാരുടെ ചിഹ്നം കടുവയാണ്. സംഘകാലത്ത് കുറിഞ്ചി എന്നത് ഏത് പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്നു? പർവ്വത പ്രദേശം. സംഘകാലത്ത് ജീവിച്ചിരുന്ന പ്രശസ്ത കവയിത്രിയാണ് ഔവയാർ. സംഘകാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട തമിഴ് വ്യാകരണ ഗ്രന്ഥമാണ് തൊൽക്കാപ്പിയം. സംസ്ഥാന കായിക ദിനം ഒക്ടോബർ 13. സത്യം സൗന്ദര്യമാണ്, സൗന്ദര്യം സത്യവും എന്ന് പറഞ്ഞത് കീറ്റ്സ് ആണ്. സ്യാനന്തൂരപുരം എന്ന് സംസ്കൃതത്തിൽ പരാമർശിക്കുന്ന നഗരമാണ് തിരുവനന്തപുരം. സ്യാനന്തൂരപുരം എന്ന് സംസ്കൃതത്തിൽ പരാമർശിക്കുന്ന നഗരമാണ് തിരുവനന്തപുരം. ഗാലപ്പോൾ എന്ന സങ്കേതത്തിന് തുടക്കം കുറിച്ചത് ഏതു രാജ്യത്താണ്? USA. ഗാലപ്പോൾ എന്ന സങ്കേതത്തിന് തുടക്കം കുറിച്ചത് ഏതു രാജ്യത്താണ്? USA. സ്വപ്നശൃംഗങ്ങളുടെ നഗരം എന്നത് ഓക്സ്ഫോർഡ് ആണ്. സ്വപ്നശൃംഗങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഓക്സ്ഫോർഡ് ആണ്. സ്വപ്നവാസവദത്തം, ഊരുഭംഗം എന്നിവ രചിച്ചത് ഭാസനാണ്. സ്വപ്നവാസവദത്തം, ഊരുഭംഗം എന്നിവ രചിച്ചത് ഭാസനാണ്. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ യാത്രാ വിമാനമാണ് സരസ്. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ യാത്രാ വിമാനമാണ് സരസ്. PSC ട്രിക്സിൻ്റെ ഇന്നത്തെ വീഡിയോ ഈ 25 ചോദ്യങ്ങളിൽ നിർത്തുകയാണ്. അടുത്ത 25 ചോദ്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതുവരെ PSC ട്രിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഓരോ ദിവസവും വരുന്ന നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂടുതൽ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. താങ്ക് യു.